കഥ നനഞ്ഞ ഓർമ്മകൾ. മാനപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. മഴ കുറച്ച് നേരത്തേക്ക് പെയ്യൂലാന്ന് തോന്നുന്നുണ്ട്. നനഞ്ഞ തുണികളൊക്കെ നമുക്ക് അയലത്തിട്ടാലോ? മുണ്ടേരിയിൽ നിന്ന് ഇടയ്ക്ക് വിരുന്ന് വരാറുള്ള ഉപ്പപ്പാൻ്റെ പെങ്ങൾ കാഴ്ച മങ്ങി തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് മാനത്തേക്ക് നോക്കി ഉമ്മാനെ നീട്ടി വിളിച്ച് പറഞ്ഞു, ആ അമ്മായിയെ വരുന്നുണ്ട്. പാതി ഭാഗം നരച്ച പഴയ ആ മരത്തിൻ്റെ ചിരവയിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനുള്ള അവില് കുഴച്ചതിലേക്ക് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയായിരുന്ന ഉമ്മ കേൾവി അല്പം പതുക്കെയായിരുന്ന അമ്മായിയോടായി കുറച്ചുറക്കെ തന്നെ പറഞ്ഞ്, മഴക്കാലം മേനിയിൽ നനവ് പടർത്തുമ്പോൾ അല്പം ചൂടിനായി ആവി പാറുന്ന കട്ടനോടൊപ്പം കുറിക്കാൻ എന്തെങ്കിലുമുണ്ടെങ്കിൽ മഴയുടെ വൈകുന്നേരങ്ങൾക്ക് രസമേറെയായിരുന്നു. വല്ലപ്പോഴുമൊക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾക്കും ലഭിക്കാറുണ്ടായിരുന്നു. വീടിൻ്റെ സിറ്റൗട്ടിൽ തന്നെ ഇരുന്ന് അമ്മായി ഒന്നുകൂടി വിളിച്ചപ്പോൾ വക്ക് ഞെളുങ്ങിയ അലുമിനിയം ബക്കറ്റിൽ രാവിലെ പെയ്ത മഴ മുഴുവനും കൊണ്ട് അലക്കിയ തുണികളുമായി ഉമ്മ മുറ്റത്തേക്കിറങ്ങി തുണികൾ ഉണക്കാനിട്ടു. മഴ കാരണം പാതി ഉണങ്ങിയ തുണികളുടെ കനം കൊണ്ട് വെയിലുള്ള ഭാഗം നോക്കി വീടിൻ്റെ പിന്നാമ്പുറത്ത് വലിച്ചു കെട്ടിയിരുന്ന മഞ്ഞ പ്ലാസ്റ്റിക് അയ കുനിഞ്ഞു തുടങ്ങിയിരുന്നു. എത്ര പെട്ടെന്നാണ് ചുറ്റുപാടും മാറിയത്, അല്ലെങ്കിൽ മഴ മാറ്റിയത്. കാലത്തെ ഇറങ്ങിയാലും വൈകിയിട്ടും ഉമ്മച്ചി വിളിച്ചു കയറ്റാതെ കൂട്ടിൽ കയറാത്ത വിരുദ്ധൻ പൂവൻ കോഴി എവിടെ നിന്നോ ഓടി വന്ന് മഴ നനയാത്ത ഇടം കണ്ടെത്തി മേനിയൊന്ന് കുടഞ്ഞ് തണുപ്പൻ മട്ടിൽ തൂങ്ങി നിൽപ്പായി. വൈകി മാത്രം ഇടാറുള്ള സിറ്റൗട്ടിലെ ബൾബുകൾ ഇരുട്ട് കാരണം അന്ന് നേരത്തെ ഇട്ടു. തലേന്നു പെയ്ത മഴയിലെ വെള്ളം ഷീറ്റ് കെട്ടാത്തത് കൊണ്ട് അടുക്കളയുടെ വാതിൽ പടി വരെ എത്തി. ഉപ്പയുടെ നേതൃത്വത്തിൽ ഉമ്മ, ഉപ്പ, കാക്ക തുടങ്ങിയ മൂവർ സംഘം പ്രത്യേകതരം മണമുള്ള ആ നീല ടാർപ്പായ അടുക്കളയുടെ ഇരുവശങ്ങളിൽ ഉറപ്പോടെ നിൽക്കുന്ന 2 തെങ്ങുകളിലേക്ക് വലിച്ചു കെട്ടി. ഇരുട്ട് കുത്തി മഴ പിന്നെയും വരുന്നുണ്ടല്ലോ. മുത്തേ, ആ തുണികളൊക്കെ എടുത്തോ, അല്ലെങ്കിൽ അത് പിന്നെയും നനയും. ഷീറ്റ് കെട്ടാൻ ഉപ്പാനെ സഹായിക്കുന്നതിനിടയിൽ ഉമ്മ തിരിഞ്ഞു നോക്കി വിളിച്ചു പറഞ്ഞു, ഒരിത്തിരി വെയിൽ കൂടി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് നിവർന്നു നിൽക്കാമായിരുന്നു എന്ന നഷ്ടസങ്കടത്തിലെന്നോണം പാതി നനഞ്ഞ തുണികളെല്ലാം താത്തയുടെ തോളിൽ പറ്റിച്ചേർന്നിരുന്നു. അല്പ കാഴ്ചയെങ്കിലും വടിയും കുത്തിപ്പിടിച്ച് തുണികളെടുക്കാൻ അമ്മായിയും താത്തയുടെ കൂടെ തന്നെ വന്നു. പ്രായാധിക്യത്തിൻ്റെ വയ്യായികകൾ അമ്മായിക്കുണ്ടെങ്കിലും അടങ്ങിയിരിക്കാൻ അറിയാത്ത അവർ എല്ലാവരുടെയും പിറകെ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ടെറസിലും മുറ്റത്തും ഷീറ്റ് വന്ന്, അലക്കാനും ഉണക്കാനും ഒരുപോലെ പറ്റുന്ന വാഷിംഗ് മെഷീൻ വന്ന്, അതുകൊണ്ട് തന്നെ അലക്കിയിട്ടുണങ്ങാത്ത തുണികളും മഴവെള്ളം പിടിച്ചു വെച്ച പാത്രങ്ങളും മഴച്ചാറ്റിൽ കൊണ്ട കോലായിലെ പാതി നനഞ്ഞ ചാരുപടികളും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മാത്രമായി. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് അസ് ബൈ മുഹഷിറ.